അതിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ടിപ്പിക്കൽ ഒരു പാരലറ്റിൻ്റെ സൗണ്ട് പോലെ തോന്നുന്നില്ല. പൈ കൈ എടുത്ത് കാണിച്ചു തരാം. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ വൈറ്റ്ലയിലുള്ള CP സുസുക്കിയിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ കാണാം. നമ്മുടെ പുതിയ V-Strom 250 വന്നിട്ടുണ്ട്. 3 കളേഴ്സ്, പഴയ കളേഴ്സൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് 3 കളേഴ്സൊക്കെ ഇട്ട് പ്രൈസൊക്കെ കുറച്ച് നമ്മുടെ പുതിയ രൂപത്തിലും പാവത്തിലും എന്ന് ഞാൻ പറയില്ല, പുതിയ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ എടുക്കാനാണ്. കുറച്ച് ബിസിയാണ്, കുറച്ച് കസ്റ്റമേഴ്സ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് ഇതിൻ്റെ ഒരു വിശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് പുതിയ ഷെയ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വലി 4 കളർ ഉണ്ട്. നമുക്ക് ഈ ഒരു ബ്ലൂ കളർ അമേസിംഗ് കണ്ടു, രക്ഷയില്ല. ഈ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാമ്പ്യൻ യെല്ലോ ഇപ്പോഴുണ്ട്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചാമ്പ്യൻ യെല്ലോ ഈ ബാക്ക് പീസ് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഒരു ഫുൾ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു ഫുൾ വൈറ്റ് കളർ വരുന്നുണ്ട്. ഫുൾ വൈറ്റിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ V-Stromൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കലോ എഞ്ചിൻ ബേസോ വേറെ വ്യത്യാസമൊന്നുമില്ല. വണ്ടി E20 കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ വിശേഷം പറഞ്ഞുതരാം. അതിന് മുമ്പ് വേറെ വണ്ടി കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ V-Stromൻ്റെ വലിയേട്ടൻ ഇരിപ്പുണ്ട്. ഒരു V-Strom 800D ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സി മുതൽ ഇത് നോക്കി, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ട്വിൻ സിലിണ്ടർ വണ്ടിയാണ്. നമ്മുടെ ട്രാൻസാൽബക്കില്ലേ അതിൻ്റെ ഒരു ഒപ്പോണൻ്റ് ഒരു 800cc ട്വിൻ സിലിണ്ടർ അറൗണ്ട് 90 bhp അതിൻ്റെ അടുത്താണ് പവർ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല കാണാനായിട്ട്. ഓക്കെ, എനിവേ വാട്ട് ഓ ബൂസ ഓ ദാറ്റ്സ് ആൻ ഓൾഡ് ബൂസ. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. നമ്മളെല്ലാം നമുക്ക് വണ്ടി ഇവിടെ നിന്ന് മാറ്റാം. ഓ മാൻ. ഇപ്പോൾ സുസുക്കി V-Stromനെ പറ്റി എന്താ പറയുക, കിടിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല ലുക്കാണ്, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ദിസ് വേ. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പഴയ വണ്ടി ഓടിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസ് ഫീൽസ് സോ സ്മൂത്ത്. ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഇടയിലൊക്കെ നിർത്താം. തണലില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഇവിടെ ഒരു ചെറിയ തണലുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കളർ. അപ്പോൾ ഇതാണ് 2025 സുസുക്കി ആ ഒരു GST പ്രൈസ് കുറച്ചുകൂടെ ഇറക്കിയ പുതിയ 4 കളറിൽ ഒരു കളർ എന്ന് പറയുന്നത്. ഒരു അമേസിംഗ് കളറാണ് കേട്ടോ, രക്ഷയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇൻ പേഴ്സൺ കാണാനൊക്കെയാണ് നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പെയിന്റഡ് ബ്ലൂ, ഈ ബാക്കിലാണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് സെക്ഷൻ കൊടുക്കും. മൊത്തത്തിലൊരു ADV ലുക്ക് ഉണ്ട് പറയണം. നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബേസിക്കലി ഈ വണ്ടി SF250 ഇല്ല, നമ്മുടെ ജിക്സർ SF250 ജിക്സർ 250 അതിന് ബേസ് ആയിട്ടാണ്. മെക്കാനിക്കലി ഒരു മാറ്റില്ല, ഈവൻ ട്യൂണിങ്ങിലും മാറ്റില്ല. അവർ എക്സാക്ട് സെയിം ട്യൂണിങ് തന്നെയാണ് ഇതിലും കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ അവർ സെയിം 249cc ഓയിൽ കൂളർ. ശ്രദ്ധിക്കുക, ലിക്വിഡ് കൂളല്ല, ഓയിൽ കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് അറൗണ്ട് 26 ഹോഴ്സ് പവർ ആണ്. അതും ഹയർ RPM ഇരിക്കുന്നത്. ടോർക്ക് അറൗണ്ട് 22. ആ ലെവലിലാണ് ഞാൻ കറക്റ്റായിട്ട് താഴെടാം. 82F 6 സ്പീഡ് ഗിയർബോക്സ്. സ്ലിപ്പർ ക്ലച്ച് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ബാക്ക് ഇത് സഫ്രയും കുറച്ചും കൂടി ലെങ്ത്തും ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ചും കൂടി റീൻഫോഴ്സും ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ സ്വിംഗ് ആമിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഏത് നോർമൽ ജിക്സർ 250 വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വിംഗ് കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആണ്. അത് കൂടാതെ തന്നെ ഫ്രണ്ട് ഫോർക്ക് കുറച്ചും കൂടി റേക്ട് ഔട്ട് ആണ്. അത് കൂടാതെ തന്നെ ഫ്രണ്ട് ഫോർക്കിന്റെ പോയിന്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. മൊത്തത്തിൽ അത് റിസൾട്ട് ചെയ്തത് കുറച്ചും കൂടി വീൽ ബേസ് കൂടിയൊരു വണ്ടിയാണ് കമ്പയർഡ് ടു SF250 ആൻഡ് ജിക്സർ 250. ഇത് കുറച്ചും കൂടി വീൽ ബേസ് കൂടുതലാണ്. അറൗണ്ട് 100 mm വീൽ ബേസ് അധികം വരുന്നുണ്ട്. അത് ഓബിയസ് ആണ്, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ലെങ്ത് കൂടി വണ്ടിയാണ്. ബാക്കി മാറ്റി എത്തി കഴിഞ്ഞാൽ സസ്പെൻഷൻ വൈസോ മെക്കാനിക്കലോ ഒരു വ്യത്യാസമില്ല. യെസ് യു ഹെഡ്. നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി കാണുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് എന്താ, ഇത് ഭയങ്കര സസ്പെൻഷൻ ട്രാവൽ ആയിരിക്കും, എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നോ, യു ആർ റോങ്. ദീസ് ആർ ദ സെയിം സസ്പെൻഷൻ യൂണിറ്റ് ഫ്രം ദ ജിക്സർ 250. അതിൽ കണ്ടുവന്ന എക്സാക്ട് സെയിം യൂണിറ്റ് ആണ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വെറും 120 mm മാത്രം ട്രാവലുള്ള ഒരു 40 mm ഒരു ടെലസ്കോപ്പ് ഫോർക്ക് കാണാം. പിന്നിൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയർ ഷോക്ക് സെയിം ആസ് ഈ SF250. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും, ഇതൊരു ഓഫ് റോഡർ അല്ല, ഈവൻ ഒരു ഡ്യുവൽ പർപ്പസ് എന്നും കൂടി പറയാനായിട്ട് പറ്റില്ല. കാരണം സസ്പെൻഷൻ ട്രാവൽ കുറവാണ് കമ്പയർഡ് ടു ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ. ഇപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും RTX 300 മനസ്സിൽ വെച്ചിട്ടാണ് വരുന്നത്. തുടക്കം തന്നെ പറയട്ടെ, വെറും പേപ്പർ വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ RTX 300 ആണ് മുൻതൂക്കം ഉള്ളത്. സ്പെക് വൈസ് ആണെങ്കിലും എഞ്ചിൻ വൈസ് ആണെങ്കിലും സസ്പെൻഷൻ വൈസ് ആണെങ്കിലും കൺസോൾ വൈസ് എവറിത്തിങ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും RTX 300 തന്നെയാണ്. എനിവേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു 250 കണ്ട എക്സാക്ട് സെയിം ഹെഡ്ലൈറ്റ് ആണ്. വെരി പ്രിറ്റി ഇൻ ദിസ് ഫോം. ഇത് ഒരു കവളൊക്കെ ഒന്നുകൂടി നല്ല രസമുണ്ട് ഒരു ഹെഡ് കാണാനായിട്ട്. എനിക്ക് 250 ഈ ഹെഡ് അത്ര ഇഷ്ടമായില്ല. ഇവിടെ ഇങ്ങനെ ഒരു ബീക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ADV ലുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, കമോൺ സുസുക്കി ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇവിടെ ഒരു നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 41 mm ഒരു 120 mm ട്രാവലുള്ള ഒരു ടെലസ്കോപ്പ് ഫോർക്ക് വരുന്നുണ്ട്. ടോളർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പ്രശ്നമാണ്. വളരെ അപ്രൈറ്റ് ആണ്. ബ്രേക്കിംഗ് ഡ്യൂട്ടീസ് പറയാൻ പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു 300 ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിൽ ഒരു 240 ഡിസ്ക് വരുന്നുണ്ട്. ബൈബിയുടെ കാലിപ്പേഴ്സ് ആണ്, ഡ്യുവൽ ചാനൽ ബേസ് ആണ്, നമുക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല, സിംഗിൾ ചാനൽ ആക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഫ്രണ്ടിൽ 19 ഇഞ്ച് അലൈസും ബാക്കിൽ 17 ഇഞ്ച് അലൈസാണ് വരുന്നത്. 19 ഇഞ്ച് ഫ്രണ്ടിൽ വന്നതോടുകൂടി തന്നെ മൊത്തത്തിലുള്ള ഹൈറ്റ് വണ്ടിയുടെ കൂടിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി 205 ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി 35 സീറ്റ് ഹൈറ്റും കൂടി 35 ആയിട്ടുണ്ട്. ചിലർക്ക് ടിപ്പ് ടോൺ ചാൻസ് ഉണ്ട്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു കുട്ടി ഫെയറിംഗ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഒരു പെയിന്റഡ് കളറിൽ വരുമ്പോഴത്തേക്ക് ഒരു മെറ്റാലിക് ഫിനിഷ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഫുഡ് പെക്സ് കുറച്ചൊന്ന് വ്യത്യാസമുണ്ട് കമ്പയർ ടു അത്, കുറച്ചും കൂടി ഫ്രണ്ട് സെറ്റ് ആണ്. പിന്നെ സീറ്റ്സ് പറയണം, ഓ മാൻ അടിപൊളി സീറ്റ്സ് ആണ്. പില്ലൺ സീറ്റ് ആയാലും റൈഡർ സീറ്റ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയുടെ. വളരെ കുഷൻഡ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്, ഒരു രക്ഷയില്ല. ടാങ്ക് പോയി കഴിഞ്ഞാൽ 12 ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് ആണ്, ഒരുപാടില്ല അതിനോ, ബട്ട് ഡീസന്റ് മൈലേജ് ആണ് ഈ വണ്ടിക്ക്. അറൗണ്ട് 35 ആ ഒരു ലെവലിലേക്ക് മൈലേജ് കിട്ടും. സോ പിന്നെ എഞ്ചിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 26 ഹോഴ്സ് പവർ, 25 ന്യൂട്ടൺ, 22 ന്യൂട്ടൺ വരെ ടോർക്ക്, മേറ്റ് 2 6 സ്പീഡ് ഗിയർ ബോക്സ്. എഞ്ചിൻ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ RPM ഭയങ്കര ഷോക്കാണ്. ഭയങ്കര ഒരു പവറിൻ്റെ അഭാവത നമ്മൾ ഫീൽ ചെയ്യും. വണ്ടി വലിപ്പിച്ചെടുക്കണം, അതിനർത്ഥം KTM പോലെ ഓടിക്കണമെന്നല്ല, ഫുൾ റബ്ബ് ചെയ്ത് പിടിക്കണമെന്നല്ല. ഒരു പർട്ടിക്കുലർ RPM മേളിൽ എപ്പോഴും കീപ്പ് ചെയ്യാനാണ് വണ്ടിക്ക് ഇഷ്ടം. അപ്പോൾ വണ്ടി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ബിലോ 4000 5000 RPM നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, ലോ ആൻഡ് ടോർക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. അതാണ് പറഞ്ഞു വന്നത്. ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുഡ് പെക്സ് ഒക്കെ നോർമലാണ്, പൈക്കറായിട്ടുള്ള ഫുഡ് പെക്സ് ഒന്നല്ല വരുന്നത്. ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സുസുക്കിൻ്റെ ട്വിൻ പോർട്ട് എക്സോസ് കാണാം. ആ ഒരു കമ്പയർ ടു SF വെച്ച് പറയുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഐ പ്രിഫർ ദിസ് ലുക്ക്. ഇതാണ് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ അപ്പിയറൻസ് കൊടുക്കുന്നത്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ലോങ് റൈഡർ വീൽ ബേസ് ആണ്. നമുക്ക് ഒരു 140 സെക്ഷൻ്റെ റിയർ ടയർ കാണാം, ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ബ്ലോക്ക് പാറ്റേൺ ടയർ ആണ്. ഫ്രണ്ടിൽ 100 സെക്ഷൻ ആണ്. ഫ്രണ്ടിൽ 19 ഇഞ്ച് വന്നുകൊണ്ട് തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് പൊങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് അറൗണ്ട് 205 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്, വളരെ ഇംപ്രസീവ് ആണ്. സോ വണ്ടിയുടെ മൊത്തത്തിലുള്ള എസ്തെറ്റിക് വെച്ച് നോക്കുകയാണെങ്കിലും ഇവൻ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് സെൻട്രിക് വണ്ടിയാണെന്ന് തന്നെ തോന്നിപ്പോകും. ഐ മീൻ ഒരു അഡ്വഞ്ചർ വണ്ടി തന്നെയെന്ന് തോന്നിപ്പോകും. ബട്ട് സസ്പെൻഷൻ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല, അതാണ് പറ്റിപ്പോയത്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഒരു റാക്ക് കാണാം, അലുമിനിയാണ്, അലുമിനിയം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോക്കാണ്. പിന്നെ ബാക്കിൽ പഴയ ജിക്സറിൽ കണ്ടുവന്ന ഒരു ടൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ഗിയർ ബോക്സ് കാണാനായിട്ട് പറ്റും, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം ഒരു മീഡിയം ക്ലച്ച് ആണ്, ഒരുപാട് ലൈറ്റ് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കൊണ്ടെടുക്കാൻ പറ്റും, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെങ്കിൽ ബെറ്റർ ആയാനേ. നമുക്ക് സ്വിച്ച് ഗിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഈ വണ്ടിയുടെ എന്നെ സംബന്ധിച്ചോളം ഒരു ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് സ്വിച്ച് ഗിയേഴ്സ് ആണ്. ഇതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഐ തിങ്ക് 2015 ഞാൻ ആദ്യമായിട്ട് ജിക്സർ ഓടിക്കുമ്പോൾ കണ്ടെന്ന അതേ സ്വിച്ച് ഗിയർ ആണ് സുസുക്കി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് പാസ് ഉണ്ട്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ ആൻഡ് ഹോൺ. ഇവിടെ നമുക്ക് എഞ്ചിൻ ഗിയർ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്. വണ്ടിക്ക് കോഷൻ ലാമ്പ് ഇല്ല, ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹാൻഡിൽ ഭയങ്കര അപ്രൈറ്റ് ആണെന്ന് നോക്കി, ഈ ഹാൻഡിൽ ബാർ ഇങ്ങനെ ആയിട്ട് ഇത് ഇത്രയും പൊങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സോ ബ്രേക്ക് ലിവേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ നക്കിൾ ഗാർഡ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇതൊന്നും ആക്സസറി അല്ലേ. ഈ വണ്ടിക്ക് ആക്സസറി എന്ന് പറയാനായിട്ട് ചെറിയൊരു ക്രാഷ് ഗാർഡും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ടാങ്ക് ഗ്രിപ്പ് ഉണ്ട്. പിന്നെ മിറേഴ്സ് ഒക്കെ ഓക്കെ ആണ്. ഇവിടെ ഒരു USB ചാർജർ കാണാൻ പറ്റും, ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ USB ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറിയിരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. എൻ്റെ ഹൈറ്റ് 5.9 ആണ്, എനിക്ക് ഹാഫ് ഫുട്ടാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹാഫ് ഫുട്ടായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. റൈഡിംഗ് പൊസിഷൻ പറയണം, നല്ല കമാൻഡിങ് ആണ്, അപ്രൈറ്റ് ആണ്. ഞാൻ പറഞ്ഞ ഫുഡ് പെക്സ് കുറച്ച് കമ്പയർ ടു SF 250 ജിക്സർ 250 കുറച്ച് ഫ്രണ്ട് സെറ്റ് ആണ്. പിന്നെ കൺസോളിൽ വലിയ മാറ്റമൊന്നുമില്ല, സെയിം കൺസോളാണ്. നമ്മുടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരുന്ന ഒരു ഡിജിറ്റൽ LCD മീറ്റർ ആണ്. TFT കൊടുക്കായിരുന്നു, നമ്മളിവിടെയാണ് മാറ്റുന്നത്. നമുക്കിവിടെ ബാറ്ററി വോൾട്ടേജ് കാണാം, ഓഡോ, ട്രിപ്പ് A, ആവറേജ് ഫ്യൂൽ എക്കോണമി, ട്രിപ്പ് B, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കാണിക്കും. ഞാൻ സൈഡിൽ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു കൺസോളാണ്. ഈ ഒരു സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയെന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. ഓളാരി ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. എക്സോസിനോട് കേൾപ്പിച്ചില്ല അല്ലേ, കേൾപ്പിച്ച് തരാവേ. പഴയത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കണം. വേറൊരു വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. ഇതുണ്ടോ, സ്റ്റാർട്ടാവില്ല, ക്ലച്ച് പിടിക്കണം. വൈ ഐ ഡോണ്ട് നോ. വാവ്, നല്ല റിഫൈൻഡ് ആയിട്ടല്ല ഇവിടെ. നമുക്ക് എക്സോസിനോട് തന്നെ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിന് ക്ലീഷയാണ്. മാൻ, നമ്മുടെ ഈ എയർ ഫിൽറ്ററൊക്കെ മാറ്റാനുള്ള സൗണ്ടില്ലേ, അതുപോലെ ഉണ്ട്. നമുക്കൂടെ ഒന്ന് എടുത്തിട്ട് ചുമ്മാ റൗണ്ട് പോയിട്ട് വരാം. മാൻ, ക്ലച്ച് ഒരു രക്ഷയില്ല മോനെ. പോളിപ്പോളേ. കൊള്ളാം. വണ്ടിയുടെ എഞ്ചിൻ റെസ്പോൺസ് ഞാൻ പറഞ്ഞില്ല, വണ്ടി ഇപ്പം കാണിച്ചു തന്നില്ല, വലിപ്പിച്ചെടുക്കില്ല, അങ്ങനെ എടുക്കണം. എന്നാലും ഈ ഒരു വണ്ടി ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്ത്. ബ്രേക്കിങ് വളരെ പ്രോഗ്രസീവ് ആണ്, നമുക്കൊന്ന് എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. സസ്പെൻഷൻ വൈസ് ഞാൻ പറഞ്ഞു, ഈവൻ ദോ 120 ഉള്ളെങ്കിലും നമുക്ക് സിറ്റിയിലേക്ക് ഓടിച്ചെടുക്കാൻ ഇത് ആഡിക്വേറ്റ് ആണ്. നിങ്ങൾ എക്സ്ട്രീം ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ.
പിന്നത്തെ സസ്പെൻഷൻ പറയണം എക്സ്ട്രീംലി സോഫ്റ്റ് ആണ്, വളരെ തുള്ളി കളിക്കുന്നുണ്ട്. സസ്പെൻഷൻ മാത്രമല്ല അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ സീറ്റ്സ് ആണ്. സസ്പെൻഷനേക്കാളും കൂടുതൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് റിയർ സീറ്റ് വളരെ സ്മൂത്താണ്. സൗണ്ട് ഇവിടെ തിരക്കാണല്ലോ. കണ്ടോ, വലിപ്പിച്ചെടുക്കണം, വലിപ്പിച്ച് എന്നാലേ കയറുള്ളൂ. ഗിയർ ബോക്സ് പറയണം കേട്ടോ. ഗിയർ ബോക്സ് ചെറിയൊരു ഹാർഡ്നെസ് വരുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ ഫീല് വലിയ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു 19 ഇഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ കുറച്ചും കൂടി വലിയ വീലാണ് കിടന്ന് കറങ്ങുന്നതെന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ചെറിയ സ്റ്റിഫ് ഉണ്ട് കേട്ടോ. നന്നായിട്ടൊക്കെ ചാടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ബോട്ടം ഔട്ട് ആവാറുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് സസ്പെൻഷൻ? ഐ തിങ്ക് ദർ ഇസ് എ ചാൻസ് ബോട്ടം ഔട്ട് ആവാൻ ചാൻസ് ഉള്ളതെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് കൊച്ചിയിൽ ഏകദേശം 2,46,000 രൂപയാണ്. പ്രീവിയസ്ലി 2,80,000 പറഞ്ഞൊരു സാധനമാണ്. അതാണ് ഇപ്പോൾ കുറഞ്ഞിട്ട് 2,46,000 ആയിട്ട് വന്നേക്കണേ. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഒരു 40 ഒക്കെ ഉണ്ടെങ്കിൽ അടച്ചിറക്കാമെന്നാണ് പറഞ്ഞത്. ഫ്രണ്ടിൽ നിന്ന് അടിയിട്ടുണ്ട് കേട്ടോ, ആ ചാട്ടം ചാടിയപ്പോഴത്തേക്കും. ഇതിങ്ങനെ ഹൂണിങ്നെസ്സും കാണിച്ച് ഓടിക്കാനുണ്ടോ, നല്ല രസമാണ്. വിഷ് ഫ്രണ്ട് സസ്പെൻഷന് കുറച്ചും കൂടി ട്രാവൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് നല്ല ഫണ്ണായാനെ. പിന്നെ ഒരു സ്ലിപ്പർ ക്ലച്ച്. അപ്പോൾ ഗായ്സ് ഇതാണ് ആ മുതൽ 800D. എൻ്റെ എക്സോസിനോടൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്ത് രസമാണ് കാണാനായിട്ട്. ഈ ഒരു ബ്ലൂവിൽ യെല്ലോയിൽ ബ്ലൂ കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഈ ബ്ലൂ എന്ന് പറയുന്ന മാറ്റ് ആയിരിക്കും, പ്രത്യേകിച്ചോ അറിയില്ല. ഈ പാട്ട് വരുമ്പോഴത്തേക്കും മാറ്റ് വരും, യെല്ലോ ഗ്ലോസും വരും. നല്ല രസമുണ്ട് കാണാനായിട്ട്. 800-750cc 83 ഹോഴ്സ് പവർ ആൻഡ് സംതിങ് ലൈക്ക് 73 Nm ടോർക്ക്. എനിക്ക് ഉറപ്പില്ല. ട്വിൻ സിലിണ്ടർ ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പൈപ്പ് വയ്ക്കാൻ മതി. ഓഫ് കോഴ്സ് ഈ വണ്ടിയെ പറ്റി അറിയാത്ത ആരുള്ള ഒരു പ്രോപ്പർ ഒരു അഡ്വഞ്ചർ വണ്ടിയാണ് കേട്ടോ. ഒരു ഓഫ് റോഡ് ബയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. കാരണം ഫ്രണ്ടിൽ സ്പോക്ക് വീൽസ് വരുന്നത്. ഫ്രണ്ടിൽ ഐ തിങ്ക് 21 ആണെന്ന് തോന്നുന്നു, 2170 ആണെന്ന് തോന്നുന്നു. ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഡൺലൂപ്പിൻ ടയേഴ്സൊക്കെ ശരിയാണ്. ഫ്രണ്ടിൽ 21 90 സെക്ഷൻ ടയറാണ്. ബാക്കിലാകുമ്പോഴത്തേക്ക് നമുക്ക് 150/70 S70. സോ 2170 എന്നുള്ള പ്രൊഫൈലാണ്. പിന്നെ നമുക്കിത് കണ്ടോ, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് തിരിച്ചു കഴിഞ്ഞാൽ വെരി നൈസ്. ഫ്രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്. ഇത് കണ്ടോ, നമുക്കിവിടെ മറ്റേ സ്പാനറൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോലെ നമുക്കിത് കംപ്രഷൻ റീബൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണമെന്നല്ലാണ്. പിന്നെ സീറ്റൊക്കെ പറയണമല്ലോ, സിംഗിൾ സീറ്റാണ്. വളരെ മാസീവ് ആണ് കേട്ടോ, വലിയ വണ്ടിയാണ്. കൺസോളൊക്കെ നോക്കി, ടാങ്കിൻ്റെയൊക്കെ സൈസ് നോക്കി, എന്തൊക്കെയാണ് നോക്കിയെന്ന് പറയണേ. കയറിയിരിക്കുവാണെങ്കിൽ ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഇതാണ് വ്യൂ. ബാക്കി ഇരിക്കുമ്പോൾ തന്നെ സസ്പെൻഷൻ ആയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് ഹാഫ് ഫുട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ട്രെല്ലില്ലേ, റിവ്യൂ ചെയ്തില്ലേ, ഈ സെയിം സാധനമാണ്. എക്സോസ്റ്റോടെ ഒന്ന് കേൾപ്പിച്ച് തരാവേ. മാൻ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ടല്ലോ. സ്റ്റഡിയട്ടെ. that twin grunt man, that twin grunt. I think this is 270° crank ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ടിപ്പിക്കൽ ഒരു പാരലറ്റിൻ്റെ സൗണ്ട് പോലെ തോന്നുന്നില്ല. പൈ കൈ എടുത്ത് കാണിച്ചാലോ. റൈഡ് ബൈ വേറാണോ? വെറുതെ അല്ല. ജസ്റ്റ് എക്സോസിനോട് കേൾപ്പിക്കുക എന്ന് മാത്രം ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ.